നമസ്കാരം. തൃശൂർ ചാലക്കുടി പോട്ട ഫെഡറൽ ബാങ്ക് മാനേജർ മരമണ്ടൻ എന്ന് വിശേഷിപ്പിച്ച് കവർച്ചാ കേസ് പ്രതി റിജോ ആന്റണി അതിബുദ്ധി കാണിച്ച് മോഷണം നടത്തി പിടിക്കപ്പെട്ട ഘട്ടത്തിലാണ് കസ്റ്റഡിയിൽ കഴിയവേ പോലീസിനോട് റിജോ വീമ്പിളക്കിയത്. കത്തി കാണിച്ച ഉടൻ ബാങ്ക് മാനേജർ മാറിത്തന്നു എന്ന് പ്രതി. മാനേജർ ഉൾപ്പെടെയുള്ള 2 ജീവനക്കാർ എതിർത്തിരുന്നുവെങ്കിൽ മോഷണത്തിൽ നിന്ന് പിന്മാറിയേനെ എന്ന് പ്രതി പോലീസിനോട് പറഞ്ഞു. രണ്ടാമത്തെ ശ്രമത്തിലാണ് റിജോ മോഷണം നടത്തിയതെന്നാണ് പുറത്തുവരുന്ന വിവരം. ബാങ്ക് കൊള്ളയ്ക്ക് 4 ദിവസം മുൻപാണ് റിജോ ആദ്യ ശ്രമം നടത്താനൊരുങ്ങിയത്. എന്നാൽ ബാങ്കിനടുത്ത് പോലീസ് ജീപ്പ് കണ്ടതോടെ ആദ്യ ശ്രമം അവസാനിപ്പിക്കുകയായിരുന്നു. മോഷണത്തിന് നേരത്തെ തന്നെ ഇയാൾ പ്ലാനിംഗ് നടത്തിയിരുന്നു. പ്രതി നേരത്തെ ബാങ്കിലെത്തി കാര്യങ്ങൾ നിരീക്ഷിച്ചിരുന്നു. ATM കാർഡ് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞായിരുന്നു ബാങ്കിൽ എത്തിയിരുന്നത്. ബാങ്കിൽ ഉണ്ടായിരുന്ന 2 ജീവനക്കാരെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി മുറിയിൽ പൂട്ടിയിട്ട ശേഷമാണ് കവർച്ച നടത്തിയത്. കവർച്ചയ്ക്ക് ശേഷം വസ്ത്രം മാറിയും വാഹനത്തിന് ചെറിയ രൂപമാറ്റങ്ങൾ വരുത്തിയും റിജോ മോഷണ ശേഷം പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു. കവർച്ചയ്ക്ക് തൊട്ടു മുൻപോ ശേഷമോ ഇയാൾ മൊബൈൽ ഫോണും ഉപയോഗിച്ചില്ല. പക്ഷേ പ്രതി ധരിച്ച ഷൂസ് മാറ്റിയിരുന്നില്ല. ഈ സൂചന വഴിയാണ് പോലീസ് ഇയാളിലേക്ക് എത്തിയത്. മോഷണത്തിന് ശേഷം ബാങ്കിന് തൊട്ടടുത്തുള്ള വീട്ടിലാണ് പ്രതി പണവുമായി കഴിഞ്ഞിരുന്നത്. സംഭവ ദിവസം ധരിച്ച ജാക്കറ്റ് ഇയാൾ കത്തിച്ചു കളഞ്ഞിരുന്നു. ഏതാനും ദിവസങ്ങളിലെ ബാങ്കിന്റെ പ്രവർത്തനം നിരീക്ഷിച്ച ശേഷമാണ് കവർച്ച നടത്താൻ ഉച്ചസമയം പ്രതി തിരഞ്ഞെടുത്തത്. ജീവനക്കാർ പുറത്തു പോകുന്ന സമയവും മറ്റും കൃത്യമായി മനസ്സിലാക്കിയാണ് പ്രതി മോഷണം ആസൂത്രണം ചെയ്തത്. കവർച്ച നടത്തുമ്പോൾ ബാങ്കിൽ 45 ലക്ഷം രൂപ ഉണ്ടായിരുന്നിട്ടും 15 ലക്ഷം രൂപ മാത്രമാണ് പ്രതി എടുത്തത്. ഇതും പോലീസിന്റെ അന്വേഷണത്തിൽ നിർണായകമായി. പെട്ടെന്ന് 3 നോട്ടുകെട്ടുകൾ കണ്ടപ്പോൾ അതെടുക്കുകയായിരുന്നു പ്രതി. ബാങ്കിലുള്ളവർ പോലീസിന് ഫോൺ ചെയ്യുമെന്ന് കരുതി കയ്യിൽ കിട്ടിയ പണവുമായി പ്രതി പുറത്തേക്കിറങ്ങി. അതിനാൽ തന്നെ 15 ലക്ഷം രൂപ മാത്രമേ റിജോയ്ക്ക് എടുക്കാൻ സാധിച്ചുള്ളൂ. മോഷണ മുതൽ നിന്ന് 2.94 ലക്ഷം രൂപ അന്നനാട് സ്വദേശിക്ക് കടം വീട്ടാൻ നൽകിയിരുന്നു. ഇതിൽ ആ പണം ഇയാൾ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. TV വാർത്ത കണ്ടാണ് അന്നനാട് സ്വദേശിക്ക് പ്രതി റിജോ ആണെന്ന് മനസ്സിലായത്. തുടർന്ന് പണം ഹാജരാക്കുകയായിരുന്നു. പ്രതിയുടെ വീട്ടിൽ നിന്ന് ബാങ്കിൽ നിന്ന് കവർന്ന പണവും കവർച്ചയ്ക്ക് ഉപയോഗിച്ച കത്തിയും കണ്ടെടുത്തിട്ടുണ്ട്. 12 ലക്ഷം രൂപയാണ് പ്രതിയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയത്. കിടപ്പുമുറിക്ക് മുകളിലുള്ള ഷെൽഫിൽ നിന്നാണ് പണം കണ്ടെത്തിയത്. അടുക്കളയിൽ നിന്നാണ് കത്തി കണ്ടെത്തിയത്. ചാലക്കുടിയിൽ ബാങ്ക് കൊള്ളയടിച്ച പണം തട്ടിയ റിജോ ആന്റണിയെ ഞായറാഴ്ച രാത്രിയാണ് പോലീസ് പിടികൂടുന്നത്. 40 ലക്ഷത്തിലധികമായിരുന്നു റിജോയുടെ കടം. മോഷണത്തിന് പിന്നാലെ 2.90 ലക്ഷം രൂപ ഇയാൾ ഒരാൾക്ക് കടം വീട്ടാനായി കൊടുത്തു. മോഷ്ടിച്ച പണം കൊണ്ട് മദ്യം വാങ്ങി. ബാക്കി പണം പൊട്ടിക്കാതെ സൂക്ഷിച്ചിട്ടുണ്ടെന്നും പ്രതി പറയുന്നുണ്ട്. ഭാര്യ കുവൈറ്റിലെ നഴ്സാണ്. അവധിക്ക് ഭാര്യ നാട്ടിലേക്ക് തിരിച്ചെത്താനായെന്നും കടം വീട്ടേണ്ടതിനാലാണ് മോഷണം നടത്തിയതെന്നും പ്രതി പോലീസിനോട് പറഞ്ഞിരുന്നു.